ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടെ ആണ് ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഈ ലൈവിൽ വരുന്നത്. കർത്താവ് വലിയൊരു ഭാഗ്യം എനിക്ക് നൽകിയിരിക്കുകയാണ്. ആർട്സിലെ മരിയ വിയാനി പുണ്യവാൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കബറെടുത്തിൽ തിരുശേഷിപ്പ് നിലകൊള്ളുന്ന സ്ഥലത്ത് ഞാനായിരിക്കുകയാണ്. കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ഈ വലിയൊരു ഭാഗ്യം നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് ഓർക്കുകയാണ്. അനേകം മക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആർട്സിലെ ചെറിയൊരു കുഞ്ഞു ഗ്രാമത്തെ വലിയ മരിയ വിയാനി പുണ്യവാൻ്റെ വലിയ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് കർത്താവ് നിറച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആ ഒരു കുഞ്ഞു ഭാഗവും പള്ളിയും എല്ലാം ഞാൻ കാണിക്കാം. ചാപ്പലിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ ഉറക്കെ സംസാരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ വിശുദ്ധൻ്റെ കബറിടത്തെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കുറച്ച് സമയം അവിടെ ലൈവിലുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ദൈവവിളി കിട്ടാനായിട്ട്, നമ്മുടെ മക്കൾ ഈശോയുടെ അൾത്താരയിൽ വിശുദ്ധി ബലി അർപ്പിക്കാനുള്ള കൃപ കിട്ടാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് ഞാനിനി ജസ്റ്റ് ക്യാമറ തിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ഇവിടെ കയറി വന്നപ്പോൾ തൊട്ടിങ്ങനെ എന്താ പറയുക, കരയണം എന്ന് മാത്രമേ തോന്നുള്ളൂ. അത് അഗാധമായ ദുഃഖമല്ലോ. എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഈ ഒരു ആലയത്തിൻ്റെ പരിസരം മുഴുവൻ ഇന്നും വർഷങ്ങൾക്ക് ശേഷം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രീ ജോൺ മരിയ വിയാനി പുണ്യവാൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്താൽ അവർക്കും നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് പറ്റും. എനിക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്കും ലൈവിലൂടെയെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റുന്ന വരില്ലോ പങ്കുചേരാനായിട്ട് പറ്റും. ഇവിടെ ഉടനെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഈ ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിശുദ്ധ മരിയ വിയാനി പുണ്യവാൻ്റെ വലിയ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് അവർക്കും ഇത് കാണാനായിട്ട് പറ്റും. അപ്പം ഞാനിനി പള്ളിയിലോട്ട് കയറുവാണ്. ഒരു കുമ്പസാരക്കൂട് നിങ്ങളെ കാണിച്ചു തരും. മരിയ വിയാനി പുണ്യവാൻ ഇരുന്ന് കുമ്പസാരിപ്പിച്ച കുമ്പസാരക്കൂടാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാത്തിനും അനുതാപം കിട്ടാനായിട്ട്, കുമ്പസാര വേദികളിലേക്ക് കടന്നു വരുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് അദ്ദേഹം കിടന്ന കട്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ കയറുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിൽ പിന്നീട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ലൈവിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് പള്ളിയുടെ കവാടമാണ്. ഇത് പള്ളിയുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. ഒത്തിരി സ്വരത്തിൽ ഞാൻ സംസാരിക്കില്ല. വലിയ വിശുദ്ധനും പിതാവും ഒക്കെയാണ് എന്നത്. ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു ചെറിയ ചാപ്പലാണ്. ചാപ്പലിൽ ഈശോ സക്രാരിയിൽ ഈശോ ഉണ്ട്. നിങ്ങൾ ഈശോയുടെ അടുത്ത് നിങ്ങളുടെ മധ്യസ്ഥമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളെ എല്ലാ നിയോഗങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മളൊപ്പം ഉണ്ടാവട്ടെ. ഞാൻ ആ കുമ്പസാരക്കൂട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ കുമ്പസാരക്കൂട്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൻ ഇരുന്ന് കുമ്പസാരിപ്പിച്ച കുമ്പസാരക്കൂടാണിത്. നമുക്ക് എല്ലാവർക്കും വലിയ അനുതാപം കിട്ടാനായിട്ട്, വലിയ അനുഗ്രഹങ്ങൾ കിട്ടാൻ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിനെല്ലാം വലിയ ദൈവാനുഗ്രഹങ്ങൾ കിട്ടാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. ഈശോയെ കുമ്പസാരത്തിനാണെങ്കിൽ ലോകമെമ്പാടും കുമ്പസാരത്തിനാണെങ്കിൽ എല്ലാ മക്കൾക്കും അനുതാപം കിട്ടാൻ നമ്മുടെ എല്ലാം വൈദികരെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണേ, മാനസാന്തരങ്ങൾ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണ കാണിക്കണേ, ഈശോയെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഈശോയെ കുമ്പസാര കൂട്ടിലേക്കാണ് എന്ന എല്ലാ മക്കൾക്കും വലിയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാവട്ടെ. പൂർണിമാന്റെ കബറടത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കബറിടവും തിരുശേഷിപ്പും ഇനി അൾത്താരയിൽ കുർബാനയെ പങ്കെടുക്കാൻ കൃപ തന്നു. ഇനി നമ്മുടെ മക്കളുടെയൊക്കെ പേരുകൾ എഴുതിയിടുക. അവരൊക്കെ അൾത്താരയിലേക്ക് വരട്ടെ. അവർക്കെല്ലാം ഈശോയുടെ വലിയ കൃപ കിട്ടട്ടെ. ഈശോയുടെ വലിയ ഉണർവുണ്ടാവട്ടെ. എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഈശോയെ
ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക. ലോകമുള്ള വൈദികരെ, സഭയെ, സഭാ കൂട്ടായ്മയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ കരുണ കാണിക്കണേ കർത്താവേ. ഈ വലിയ വിശുദ്ധൻ്റെ മധ്യസ്ഥൽ ഞങ്ങളെല്ലാം, ഞങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ, അഭിഷേകം ചെയ്യണേ. ഒരു 10 മിനിറ്റ് ഞാനിവിടെ ആയിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്കെല്ലാം വലിയ ദൈവവിളി ഉണ്ടാകാനായിട്ട്. ഈശോയെ എല്ലാവരും തിരഞ്ഞെടുക്കണം. ഈശോയെ വലിയ മാനസാന്തരങ്ങൾ, ആത്മാക്കളെ നേടാനുള്ള വലിയ കൃപ ഒക്കെ ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തളരാതെ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള അഭിഷേകം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ മരവിച്ചു പോയ മനസ്സുകളെ രൂപപ്പെടുത്താണ് കൃപ തരണേ ഈശോയെ. വലിയ വിശ്വാസവരം ഞങ്ങൾക്ക് തരണേ ഈശോയെ. ഞങ്ങളുടെ മക്കളെ എല്ലാം തിരഞ്ഞെടുക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം വലിയ മാനസാന്തരം നൽകണേ. ഒരിക്കലും കുമ്പസാരിക്കാത്ത ആളുകളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ കുമ്പസാരത്തിൻ്റെ കൃപ കിട്ടട്ടെ എല്ലാ മക്കൾക്കും. വൈദികരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോയെ അനുഗ്രഹിക്കണേ ഈശോയെ. അനുഗ്രഹിക്കണേ കർത്താവേ. അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ രോഗികളെ സുഖപ്പെടുത്തണേ കർത്താവേ. വലിയ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ എത്തട്ടെ കർത്താവേ. ഈ മക്കളെ എല്ലാം കണ്ണുനീരോടെ അവിടുന്ന് കണ്ട് ഈ വലിയ വിശുദ്ധ മധ്യസ്ഥം വഴി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണ, ഈശോയെ കരുണ കാണിക്കണേ. നിങ്ങൾ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റുമെങ്കിലൊന്ന് ഷെയർ ചെയ്തുകൊള്ളുക.